ദേശീയപാതയിൽ കാറുമായി പരാക്രമം. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ പെരുവന്താനത്തിന് സമീപമാണ് പരാക്രമം. പുറകിലെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കൊടിക്കുത്തിക്ക് സമീപത്ത് വെച്ച് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതെല്ലാം കിട്ടിയായിരുന്നു. ശരി, വൈഡ് വെക്കണ്ടായിരുന്നല്ലേ? അവൻ ഇച്ചിക്കൂടെ ഒന്നും കൂടെ അങ്ങനെ കാണിച്ചാൽ ഒന്നും കൂടെ വെട്ടിക്കും. മനസ്സിലായോ? അവിടെ താഴെ കൂടെ ഇനി എടുക്കില്ല, അവൻ ഫ്രണ്ടോട്ട് എടുക്കും. എൻ്റെ എടുപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇടിച്ച് കയറുക അത് വാർത്തയാണല്ലോ. രണ്ട് ഓണൊക്കെ അടിച്ചു കൊടുത്താലേ വേണ്ട. വോയിസറല്ലേ അവനായിട്ട് എന്നാ പറഞ്ഞു? അവൻ ഇവനെ പിടിക്കാൻ നിൽക്കുക. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദു, ഇത് നടു റോട്ടിലാണ് ഈ പരാക്രമം എന്നൊക്കെ ഇതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതെന്ത്, ആരാണ് ഇവരെന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എപ്പോഴായിരുന്നു ഈ റോഡിലേക്ക് തോന്നിയത്? പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൂന്നാർ ക്യാപ്പ് റോഡിൽ സമാനമായ രീതിയിൽ കാർ ഉപയോഗിച്ച് അഭ്യാസ പ്രകടനങ്ങളും പരാക്രമണവും ഒക്കെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലും കാർ ഉപയോഗിച്ച് മദ്യപിച്ച ഡ്രൈവർ നടത്തിയിട്ടുള്ള ഈ പരാക്രമണം. വളരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. വളരെ തിരക്കേറിയ പാതയാണ്. ആ പാതയിലാണ് കാർ റോഡിന് കുറുകെ ഇട്ട് വളരെ അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്തത്. ആ കാറിന് പിൻവശത്തുണ്ടായിരുന്ന മറ്റൊരു കാറിലെ യാത്രക്കാരാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിലും അധികൃതർക്കുമൊക്കെ തന്നെ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും കൊടികുത്തിക്ക് സമീപം വെച്ച് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെരുവന്താനം പോലീസാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. ഡ്രൈവർ വളരെ ഗുരുതരമായ രീതിയിൽ മദ്യപിച്ച് മതോത്പത്തനായ രീതിയിലായിരുന്നു. അയാൾക്ക് തീരെ ബോധമില്ലാത്തൊരവസ്ഥയിലായിരുന്നു കസ്റ്റഡിയിലെടുക്കുമ്പോൾ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഇയാളുടെ പേര് വിവരങ്ങൾ വ്യക്തമായിട്ടില്ല. സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ റോഡിൽ പരാക്രമങ്ങൾ നടന്നിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അവരും അറിയിച്ചിട്ടുള്ളത്. അക്ഷയ. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതെല്ലാം കിട്ടിയായിരുന്നു. ശരി, വൈഡ് വെക്കണ്ടായിരുന്നല്ലേ? അവൻ ഇച്ചിക്കൂടെ ഒന്നും കൂടെ അങ്ങനെ കാണിച്ചാൽ ഒന്നും കൂടെ വെട്ടിക്കും. മനസ്സിലായോ? അവിടെ താഴെ കൂടെ ഇനി എടുക്കില്ല, അവൻ ഫ്രണ്ടോട്ട് എടുക്കും.